യവനിക ഉയരുന്നു ഇവിടെ വിടർന്നൊരു ജീവിത നാടകം. അമ്പളിക്കുട്ട എവിടെ പോയി കിടക്കുന്നു? ദൈവമേ, അമ്പുജാൻ വരാത്തോണ്ടാണല്ലോ മുത്തശ്ശിയുടെ വേഷം എനിക്ക് ചെയ്യേണ്ടി വന്നത്. എങ്ങനെ പോകുമെന്തോ. കോൾ എടുക്കുന്നുമില്ലല്ലോ അമ്പുജം. എടാ അമ്പളിക്കുട്ട ഒന്ന് ഓടി വാടാ, ഞാനിപ്പോ എന്തിയൊന്നും അറിയില്ല. അനൗൺസ് ചെയ്തേക്കാം. പ്രിയരെ, ചപ്പിളിമുക്ക് ചലഞ്ച് ക്ലബിന്റെ വിഷുദിന ആഘോഷത്തോടനുബന്ധിച്ച് അമൃത TV കോമഡി മാസ്റ്റേഴ്സിലെ ഒറ്റ സ്കിറ്റുള്ള വൈറൽ താരങ്ങളായി മാറിയ ബാബു പരസ്യമോടും അമ്പളിക്കുട്ടനും ചേർന്ന് ഒരുപ്പിക്കുന്ന നാടകം ഉടൻ തന്നെ ആരംഭിക്കുന്നു. అవునా നാടകം തുടങ്ങണ്ടേ? തുടങ്ങണം. അയ്യോ അതുകൊണ്ട് ഇവരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ നാടകം കാണാൻ. ആരൊക്കെ? അതുകൊണ്ട് അഖില് അറിയാമോ? ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു പെണ്ണ് കേസിപ്പെട്ടല്ലോ ഇടയ്ക്ക്. എല്ലാത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. സിനിമ പടമാണ് നിഖില വിമല് അഭിനയിച്ചൊരു പടത്തിന്റെ പേരാണ് പെണ്ണ് കേസ്. അല്ലാതെ പെണ്ണ് കേസിപ്പെട്ടതല്ല. നേരത്തെ പെട്ട് അത് വിഷയമില്ലായിരുന്നു. അവന്റെ തുണി നോക്കിയാ കാണാം. മറ്റേ മതിലിന്റെ വെളിയിരിക്കുന്ന കുപ്പിയോട് കൊണ്ട് കീറിയത് മതിലിയാട്ടമാണ്. ഞാൻ നിൽക്കുന്ന അവസ്ഥ നീ കണ്ട? ഇതെന്തോന്ന് കോലം ഉണ്ടായത്? അത് തന്നെ നമ്മുടെ അമ്പൂജ ഉണ്ടല്ലോ മെയിൻ നടി മുത്തശ്ശി വരത്തില്ല. അയ്യോ ആ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ തന്നെ ചെയ്യാൻ പോണു. ഇതെന്തോന്ന് മീശയിലൊക്കെ പാൻ കേക്ക് അടിച്ചത്. ആര് കടിച്ച്? പാൻ കേക്ക് അടിച്ചതെന്ന്. പാൻ കേക്ക് അടിച്ചതാ? ഓ നന്നായിട്ടുണ്ട് കേട്ടാ. ഇന്റർവെൽ വരെ മുത്തശ്ശി, ഇന്റർവെല്ലിന് ശേഷം മുത്തശ്ശൻ. ഓക്കെ, കാര്യങ്ങളെല്ലാം കൂടെ കട്ടക്കി ഞാൻ പ്രോപ്പർട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എല്ലാം ഉണ്ട്. എനിക്ക് അതറിഞ്ഞാൽ മതി. കൃത്യസമയത്ത് സാധനങ്ങൾ കൈ കിട്ടണം. പിന്നെ ഒരു കാര്യം, ഡയലോഗ് ഒക്കെ പഠിച്ചാ? ഡയലോഗും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. നാടകത്തിന്റെ തുടക്കം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ വിട്. പിന്നെ ഓക്കെ ആണോ? അവസാനം ചെറിയൊരു സംശയം. ആ സംശയം വിടടാ. ബാക്കി ഇടയ്ക്കുള്ളതാ? ഇടയ്ക്കുള്ളതൊക്കെ മറന്നുപോയി. മറന്നുപോയെന്നാ ഈ സമയത്താ? ആ സ്ക്രിപ്റ്റ് നോക്കി വെച്ചോ കേട്ടാ. എനിക്ക് വേറെ പ്രശ്നമുണ്ട്. എനിക്ക് ഈ ഇല്ലത്തിന്റെ നാടകമൊന്നും പറ്റില്ല. ആണോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഏതാണാവോ താങ്കൾക്ക് പറ്റുന്നത്? നമുക്ക് നമ്മുടെ പഴയ ബൈബിൾ നാടകം മതിയായിരുന്നു. നീ ഒറ്റ ബൈബിൾ നാടകം നിർത്തിച്ചത്. ഞാൻ തോയത് എടാ ബൈബിൾ നാടകത്തിൽ നിന്റെ വേഷം എന്താണ്? എന്റെ വേഷം മറ്റേ യേശുദേവനെ ഒറ്റി കൊടുക്കുന്ന ആള്. ആരാണ്? യേശുദാസ്. യൂദാസ്. യൂദാസ് എപ്പോഴാണോ യേശുദേവനെ ഒറ്റ കൊടുക്കാൻ വരേണ്ടത്? നാടകത്തിന്റെ അവസാനം ആണല്ലോ. നീ കഴിഞ്ഞ നാടകത്തിന് എന്താണ് നീ ചെയ്തത്? ആദ്യം ഒന്ന് ഒറ്റ കൊടുത്തിട്ട് പോയല്ലോ. എന്റെ കൂട്ടുകാരുടെ കല്യാണം, അവിടെ ഒരു കുപ്പി എടുത്ത് എന്നിട്ട് പറഞ്ഞാൽ അമ്പലിക്കുട്ട പെട്ടെന്ന് പാടാന്ന്. ഞാനിവിടെ ക്ലൈമാക്സ് വരെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കുപ്പി തീരും. അവിടെ ഞാൻ ആദ്യം വന്ന് യേശുദേവനെ ഒറ്റിട്ട് അങ്ങ് പോയി. ഒറ്റ കൊടുത്തത് ഓക്കെ. അവിടെ ഫ്രണ്ടിൽ നിന്ന് എന്തോന്ന് എണ്ണിയത്? അത് പിന്നെ 30 വെള്ളിക്കാശ് തരത്തില്ലേ? നമ്മൾ എണ്ണി ഉറപ്പിക്കണ്ടേ 30 ഉണ്ടാന്ന്. പറ്റിക്കൊന്നും ചിലവന്മാര്. എന്നിട്ട് തന്ന മഹാരാജാവിന്റെ അടുത്ത് നീ എന്താണ് പറഞ്ഞത്? താങ്ക് യു. ബൈബിൾ നാടകത്തിൽ താങ്ക് യു അല്ലടാ. അതിന് മനസാക്ഷിയുള്ള ആരായാലും ഒരു നന്ദി പറയുമല്ലോ. ഇപ്പൊ യൂദാസ് ആയാലും ശരി, ഉലഹനായാലും ശരി. ഒരു കാര്യം, അതിന് ഫസ്റ്റ് അനൗൺസ്മെന്റ് എടുത്ത് മൈക്ക് ചെക്ക് ചെയ്ത് വായിക്കും. മൈക്ക് ചെക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ഒക്കെ സമയത്തിന് കിട്ടണം കേട്ടാ. ഹലോ മിമിക്രിക്കല്ല വന്നത്, നാടകത്തിനാണ് വന്നത്. മാറിപ്പോയി. അതേ രീതിയിൽ മൈക്ക് ചെക്ക്. ഹലോ ചെക്കിംഗ്. ഹലോ 1 2 3 4 ചെക്കിംഗ്. ഹലോ ഇറങ്ങി പോടി എടുത്തു. പട്ടിയൊക്കെ ഒന്ന് തേനകത്തോട്ട് കയറുന്നു. പട്ടിയൊക്കെ വിളിച്ച് കയറ്റിയാ? ആണോ ഇത്? അത് വേണ്ട കേട്ടാ. നീ അനൗൺസ്. പ്രിയരെ, കൊല്ലും കൊലയും നല്ലതല്ല തിയേറ്റേഴ്സിന്റെ. കൊല്ലും കൊലയും നല്ലതല്ലേ? പിന്നെ കൊല്ലം കലാനിലയ തലം. നീ അനൗൺസ് ഞാൻ ചെയ്തോളാം. ചെല്ലി അങ്ങോട്ട് പോ. ആ അമ്പലത്തിന് വിളിച്ചു നോക്കണേ. പ്രിയരെ, കൊല്ലും കലയും നല്ലതല്ല. അയ്യോ അതിനെ ഞാനും വിളിച്ചു പറയുന്നു. പ്രിയരെ, കൊല്ലം കലാനിലയത്തിലും തിയേറ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് നാടകമായ എന്ന ഹിറ്റ് നാടകത്തിന് ശേഷം കൊല്ലം കലാനിലയം തിയേറ്റേഴ്സിന്റെ പുതിയ കലോപഹാരം പ്രശസ്ത ജർമ്മൻ സാഹിത്യകാരന്മാരായ കുടുകുടാഫി, കുഞ്ചിത്തറാഫി എന്നിവരുടെ ഹിറ്റ് നോവലായ ക്ലിഞ്ഞാണിയോ മുള്ളാണിയോ ബിരിയാണിയോ എന്ന നോവലിന്റെ ഒരു ചെറിയ ഭാഗം നാടകരൂപത്തിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈശ്വര, ഇതെന്ത് വിധി! ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഞങ്ങൾ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നാടക രചന ബാബു പരസ്യമോട്, രംഗപടം പരസ്യമോട് ബാബു, സമയം ബാബു പനച്ചമൂട്, നാടക സംവിധാനം പനച്ചമൂട് ബാബു. ധാരാണ് പനച്ചമൂട് ബാബു. നിങ്ങൾ വാപ്പിളി ബാബുവല്ലേ? പനച്ചമൂട് ബാബുവും സംഘം അവതരിപ്പിക്കുന്ന ആള് ഉടൻ തന്നെ ആരംഭിക്കുന്നു. അതിനു മുന്നോടിയായി ഒരു സന്തോഷ വാർത്ത ജനങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ജൂൺ ആദ്യവാരം മുതൽ കൊല്ലം കലാനിലയത്തിലും തിയേറ്റേഴ്സിനോടൊപ്പം പ്രശസ്ത സിനിമാ നടികളായ ഡയാന, ശ്രീവിദ്യ മുല്ലശ്ശേരി ക്ഷണിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ അന്നദാനം കഴിക്കാൻ വരുന്നതായിരിക്കും.
നാടകം സമാരംഭിക്കുന്നു. അതിനു മുന്നോടിയായി വേദിയിലേക്ക് വെളിച്ചം വീശാവുന്ന തരത്തിലുള്ള എല്ലാ വൈദ്യുത ദീപാലങ്കാരങ്ങളും കെടുത്തിത്തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായ. ആ റോഡിൽ കിടക്കുന്ന വെട്ടം അണയ്ക്കണ്ട. ഓടുമ്പോ ഭയങ്കര ഇരുട്ടായിരിക്കും, തട്ടിയടിച്ച് വീഴുന്നു. എപ്പോഴാണ് ഓടി പോണത്? സഹകരിക്കുക, ഞങ്ങൾ ആരംഭിക്കുന്നു. ബെല്ലോട് വായി നോക്കി ഇരിക്കുകയാണ്. ബെല്ലൊക്കെ സമയത്ത് പ്രോപ്പർട്ടി യവനിക ഉയരും മുത്തശ്ശി കയറായി. നിലവിളക്ക് ഇവിടെ നിലവിളക്കല്ലി കഴിഞ്ഞ സ്റ്റേജിൽ കളഞ്ഞു പോയത്. കളഞ്ഞു പോയത് ഇപ്പൊ എന്തുകൊണ്ട് കയറും? ഇനിയിപ്പോ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്താണ്ട് ഇതും കൊണ്ട് കയറും. എന്തോന്നടേ ഇത്? കയറി പോന്ന് ഇതൊക്കെ മതിയെന്ന് ചെല്ലങ്ങോട്ട്, അല്ലെങ്കിൽ അങ്ങ് മറിക്കുക അവിടെ. ദീപം 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 ദീപം. ഈശ്വരാ, ത്രിസന്ധിക്ക് തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞല്ലോ. കുറ്റിരുട്ടും ഒന്നും കാണാനും പറ്റുന്നില്ല. എന്റെ ഭർത്താവ് എന്നെ വിട്ടു പോയ പിന്നെ എന്നെ വിട്ടു പോയാൽ പിന്നെ ഈ മുത്തശ്ശി ഒറ്റയ്ക്കായി പോയി. എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ ഒറ്റക്കിട്ടിരിക്കുന്നത്? ദൈവമേ, എന്നെ കൂടെ അങ്ങ് എടുത്തൂടെ? എന്തിനാ ഒറ്റക്കിട്ടിരിക്കുന്നത്? എന്നെ അങ്ങ് എടുത്തൂടെ ദൈവമേ? ഉമ്മർത്തൊരു ശബ്ദം കേട്ടല്ലോ, ആരാണെന്തോ. ഏതാ കുട്ടിയെ നീ? മുത്തശ്ശി ഓർമ്മയുണ്ടോ? എന്ത്? അടുത്ത ഡയലോഗ് ഓർമ്മയുണ്ടോ? എനിക്കറിഞ്ഞു. ഡയലോഗാ? പറയണം, നോക്കിയെങ്കിലും പറയണം. മുത്തശ്ശി ഓർമ്മയുണ്ടോ എന്നെ? ആരാ നീ? മനസ്സിലായില്ല. ശരിക്കും ഓർത്തു നോക്ക്. പണ്ട് ഈ തറവാട്ടിലെ അടിച്ചു തളിക്കാരിയായിരുന്ന ശാരദ. ശാരദ അനുപമ പരമേശ്വരനായിരുന്നു. പരമേശ്വരൻ അനുപമ സൗന്ദര്യമായിരുന്നു. സൗന്ദര്യം. എന്നിട്ട് ഇവിടുത്തെ ഇളമുറ തമ്പുരാനുമായി പ്രണയത്തിലായി. അതെ. പക്ഷേ ഇവിടുത്തെ വലിയ കാരണവർ രണ്ടുപേരെയും അടിച്ചു പുറത്താക്കി. അന്ന് ശാരദയുടെ ഉള്ളിൽ ഇളമുറ തമ്പുരാന്റെ കൂണ് വളരുന്നുണ്ടായിരുന്നു. കുഞ്ഞു 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 ആരോരും പറയാതെ ശാരദ തമ്പുരാട്ടിയും തമ്പുരാനും ബോംബെയിലേക്ക് നാടുവിട്ടു. ശാരദ തമ്പുരാട്ടി അവിടെ ഒരു ചോര കുഞ്ഞിന് ജന്മം നൽകി. മ്യൂസിക് ഇട്ടത്? മ്യൂസിക് അവിടെ ഇട്ടുള്ളൂ. അവൻ തേങ്ങ ഇടും. കഴിഞ്ഞ സ്റ്റേജിൽ ഞാൻ ബ്രിട്ടീഷുകാരൊന്നും വെടിവെച്ചില്ലേ? നമ്മൾ നാടകം കഴിഞ്ഞ് കട്ടനം കഴിച്ച് ഞാൻ വയലിന്റെ വരമ്പ് എത്തിയപ്പോഴാണ് വെടികൂട്ടിയത്. അവയുടെയൊന്നും ഇല്ലെന്ന്. അങ്ങനെ മുത്തശ്ശി ആ ചോരക്കുഞ്ഞ് ബോംബെ തെരുവീതികളിൽ കിടന്ന് വളർന്നു. അവനവിടെ തതോലോക രാജാവായി. ദാവൂദ് ഉണ്ണി. എന്തോന്ന്? ദാവൂദ് ഉണ്ണി. ദാവൂദ് ഉണ്ണിയോ? ഈ ദാവൂദ് ഇബ്രാഹിം ഒക്കെ ഇല്ലേ? അതൊക്കെ കൈ നിട്ട് കളിച്ചതാ. കൈ നിട്ടോ? പക്ഷെ കൈ നിന്നുള്ളതും കൂടെ പോവരുത്. എന്റെ ഉണ്ണിയാണോ ഇത്? ഞാനിപ്പോ എന്താ കേക്കണേ? എന്റെ ഉണ്ണി എങ്ങനെ തോന്നി ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട്? ബോംബെയിൽ നമ്മൾ എനിക്ക് മനസ്സിലായി എന്റെ മുത്തശ്ശി ഇവിടെ ഒറ്റയ്ക്കാണെന്ന്. സഹിച്ചില്ല, ഞാൻ നേരെ ഓടി ഇങ്ങോട്ട് പോന്നു. ഓ ആണോ അല്ലേ? ഉണ്ണി നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നോ? അച്ഛനുണ്ടായിരുന്നു, രണ്ടു ഉണ്ണി. നിന്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നോന്ന് ഈ ഒരു ചിന്ത. മുത്തശ്ശി ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളത് ഉണ്ടായിരുന്നു മുത്തശ്ശി. അതുകൊണ്ട് എന്റെ അച്ഛനാണ് പറഞ്ഞത് മുത്തശ്ശിയെ വന്ന് ഒരു നോക്ക് കാണാൻ. അയ്യോ, അമ്പലിക്കുട്ടാ, ഉണ്ണി. എന്റെ അച്ഛനെയും അമ്മയും കാണാൻ ഈ ഉള്ളവർക്ക് കൊതിയായിട്ട് വയ്യ. അമ്മിക്കല്ലേ? അമ്മിക്കല്ല, വിഷമിക്കല്ലേ? ഇത് ബസ് ടിക്കറ്റ്. ഇത്രയും വലിയ ബസ് ടിക്കറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ മുത്തശ്ശിയുടെ ജീവിതത്തിൽ. ബോംബെ നിന്ന് വന്നില്ല, അതുകൊണ്ട് അത്രയും വലിയ ടിക്കറ്റ്. അത് മടക്കി വെച്ചിട്ട് നാടകം കളിയണം. മുത്തശ്ശി, എന്റെ അച്ഛൻ പറയുമായിരുന്നു എന്ത്? ആനയും അമ്പാനിയുമുള്ള തറവാടാണെന്ന്. അമ്പൂരി. അമ്പൂരിയാ? കാട്ടാക്കടയുള്ള അൽബൂരി. അൽബൂരിയാണ്. ആനയും അമ്പാരിയും. ആന അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉള്ള തറവാടാണ്. സാധനങ്ങൾ കൊണ്ടുവളയുന്നു. ഈശ്വര, ഞാനിപ്പോ എന്താ പറയാ? എന്റെ ഉണ്ണിക്ക് ഞാനിപ്പോ എന്താ തരിക? ഇവിടെ നിൽക്കാതെ പറയടാ. 100 രൂപ കൂട്ടി തരുമോ? 100 രൂപ കൂട്ടി തരാനോ? പറഞ്ഞില്ലേ തരാൻ. അതെല്ലാം ആഭരണങ്ങൾ കാണണമെന്ന് പറ. ആഭരണങ്ങൾ എന്റെ ഉണ്ണി അങ്ങ് പറയാ, വായ്പ നിൽക്കാതെ. അമ്മ പറഞ്ഞിരുന്നു ഈ കുടുംബത്തിൽ ഒരുപാട് ആഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെ, എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ എന്റെ മുത്തശ്ശി കാത്തു വെച്ച ആഭരണങ്ങൾ. ഉണ്ണിക്കറിയോ? പുള്ളിക്കറിയല്ല, പൊറോട്ടയും ഗ്രീൻ പീസും ആയിരുന്നു ഇവിടെ. ഉണ്ണിക്കറിയോന്ന്? എനിക്ക് അറിഞ്ഞൂടുന്ന ഇവിടെ എല്ലാവർക്കും അറിഞ്ഞൂടും. അതല്ലടാ പറഞ്ഞ ഇവിടുത്തെ ആഭരണങ്ങൾ. ഉണ്ണിക്കറിയോ? മുതുമുത്തശ്ശന്മാരായിട്ട്
പകർന്നു നൽകിയ ആഭരണങ്ങൾ എവിടെ ഇരിക്കുന്നത്? അറിയാം. ഒരുപാട് പഴക്കമുണ്ട്. ഉണ്ണി വേറൊരു കാര്യം അറിയോ? എന്താ? നിന്റെ മുത്തശ്ശൻ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് മുത്തശ്ശന് ഒന്നുമില്ലായിരുന്നു. കല്യാണത്തിന്റെ അന്ന് ഒരു തുട്ടിത്തോർത്തത്തിൽ കൊടുക്കായിരുന്നു. ഈ കാണുന്നത് ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം. മരിച്ചപ്പോ എല്ലാം എനിക്ക് തന്നിട്ട് പോയി. ചൊറിയും അല്ല അതല്ല, ഉണ്ണിക്ക് ആഭരണങ്ങൾ കാണണ്ടേ? ആഭരണങ്ങൾ കാണണം. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാ. പക്ഷെ ഇനി എന്റെ ഉണ്ണി കെട്ടുന്ന പെണ്ണിന് മാത്രം ഞാൻ കൊടുക്കും. അമ്മ പറഞ്ഞിരുന്നു ഒരുപാട് വൈരങ്ങൾ പതിച്ച കമ്മലുകൾ, അതെ, നെക്ലസുകൾ, അതെ, താലിമാലകൾ അതെ. കാണാൻ കൊതിയായി മുത്തശ്ശി. മാങ്ങാമാലയുണ്ട്, അതാണ് സ്പെഷ്യൽ. കാണിക്ക്. ഉണ്ണി ഉണ്ട് സാധനം ഉണ്ട്. ഉറപ്പാണോ? കാണുക ഉണ്ണിയെ. മാങ്ങാമാല, തേങ്ങാമാല. എന്താ ഇത്? വൈരം പതിച്ച കമ്മല്. ഇതെന്തായിരുന്നു ഉണ്ണി? രത്നം പതിച്ച നെക്ലസ്. കാണാൻ കേട്ടോ ഉണ്ണി. ഈശ്വര, ഉണ്ണിയെ ഉണ്ണി ഉണ്ണി പിന്നെ ഇപ്പഴാ മടക്കം? ഇനി മടങ്ങണില്ല. ഇല്ല. ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കുക. അതാണ് എനിക്ക് വേണ്ടത്. പിന്നെ അമ്മ പറഞ്ഞിരുന്നു മുത്തശ്ശി അമ്മ വിളിക്കുന്നുണ്ടെന്ന്. ഫോൺ ബില്ലടിക്കുന്നതാ. ഫോൺ എടു. അമ്മ വിളിക്കുന്നു തോന്നുന്നു കേട്ടോ. ഹലോ അമ്മേ, മുത്തശ്ശി ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. മുത്തശ്ശി അമ്മയാ. ആണല്ലേ? ശാരദേ, നാടകം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് നല്ലോണം. ഉണ്ണി മടങ്ങുന്നില്ലേ? മടങ്ങണില്ല. ബോംബെന്ന് വന്നപ്പോ മുത്തശ്ശിക്ക് എന്താ കൊണ്ടുവന്നേ? ഉണ്ണിക്കറിയില്ലേ മുത്തശ്ശി നാളെ വിഷുവാണെന്ന്? അതെ. മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഞ്ചീപുരം പട്ട് ബോംബെ തെരുവീതികൾ അലഞ്ഞ് ഈ ഉണ്ണി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മറന്നില്ലല്ലോ ഉണ്ണി? ഇല്ല. എന്റെ മോൻ പറഞ്ഞതായിരിക്കും. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ജീവനായിരുന്നു. നാളെ എന്തായാലും ഈ കാഞ്ചീപുരം പട്ടെടുത്ത ശേഷം മാത്രമേ ഞാൻ കണി കാണൂ. താ ഉണ്ണി എന്നെ. പട്ടുസാരി ഓടാടാ. പട്ടുസാരിയും കളഞ്ഞു പോയി. പട്ടുസാരി കോസ്റ്റ്യൂം ബോക്സും കളഞ്ഞാ? കളയാനി ഒന്നും ബാക്കിയില്ലല്ലേ? ഇതാരത്? ഇത് നാടകം കാണാൻ വന്നൊരു മാമന്റെയാ. എനിക്കിപ്പോ പോണെന്ന് പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. വേണമെങ്കിൽ കൊടുത്തിട്ട് താ. വേണ്ട ഉണ്ണിയെ, പിന്നീട് ഞാൻ ഉടുത്തോളാം. ഉണ്ണിയെ, നിന്റെ അച്ഛൻ ഈ മുത്തശ്ശിയെ കുറിച്ച് വേറെ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേ? അച്ഛൻ പറഞ്ഞിരുന്നു മുത്തശ്ശി മുഹമ്മദ് റാഫിയുടെ വലിയൊരു ആരാധികയാണെന്ന്. അതെ. ഇവിടുത്തെ ഗ്രാമഫോണിലിട്ട് മുത്തശ്ശിക്ക് കേൾക്കുവാൻ മുഹമ്മദ് റാഫിയുടെ റെക്കോർഡുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ എനിക്ക് എന്നും പ്രിയപ്പെട്ടവയാണ്. എവിടെ മോനെ? അച്ഛൻ തന്നുവിട്ട റെക്കോർഡ്. ഇത് മുഹമ്മദ് റാഫിയുടെ. ഇത് അത് പങ്കജ് ഉദാസിന്റെ ഗസല്. കേക്കാട്ടോ, മുഹമ്മദ് റാഫി വന്നിരിക്കുന്നു. വേറെന്തൊക്കെയാ പറഞ്ഞത് നിന്റെ അച്ഛൻ? അച്ഛൻ പറഞ്ഞു മുത്തശ്ശിയുടെ കാർകൂന്തലിനെ കുറിച്ച്. കാച്ചി എണ്ണ തേച്ച് മുത്തശ്ശി വളർത്തിയ കാർകൂന്തൽ. അതെ, ഈ കുടുംബത്തിൽ എനിക്ക് മാത്രമാണ് ഇത്രയും മുടിയുള്ളത്, വേറെ ആർക്കും ഇല്ല. അച്ഛൻ പറഞ്ഞു കാച്ചി എണ്ണയുടെ ഗന്ധമുള്ള മുടി. അവൻ എപ്പോഴും ഓർമ്മിക്കും. നിനക്കറിയാം ഉണ്ണി, ഉണ്ണിയുടെ അച്ഛനും ഇതുപോലുള്ള എണ്ണയാണ് തേച്ചു കൊടുക്കുന്നത്. എന്റെ സ്വന്തം കൈ കൊണ്ടാ ഞാൻ കാച്ചി എണ്ണ ഉണ്ടാക്കുന്നത്. എല്ലാം എന്റെ സ്വന്തം കൈ കൊണ്ടാ ഉണ്ടാക്കുന്നത്. ഈ വിഗ് സ്വന്തം കൈ എടുത്ത് ഉണ്ടാക്കിയാണ്. എടുത്തോടാ, ഊരി വന്നെയാണ്. തലയിൽ വീടാ. തലയിൽ. എന്റെ തലയിലല്ല, എന്റെ തലയിൽ വയ്ക്കാൻ ആൾക്കാര്. തുടങ്ങി 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 പടി തുടങ്ങി. നാടകത്തിന്റെ പേരും പറഞ്ഞ് ഓരോരുത്തർ പേര് കോലം കാണിക്കാറായിക്കോളും. നാടകം നല്ലോണം പഠിച്ചിട്ട് കാണിക്കാനോ? ഹലോ 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 നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒരാളെ ഇങ്ങനെ ഇട്ട് മാത്രം തല്ലാതിരിക്കും, അയാൾക്ക് ബോറടിക്കും, കമത്തിയിട്ടടിക്കും. മേലെ നാടകമാണെന്ന് പറയും പരിസരത്തും കണ്ടുപോയേക്കല്ലോ. നാടകം കളിക്കാൻ നടക്കും, ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. അയ്യോ അവണ്ണ വേഷ കിട്ടിയല്ലേ? നീ നാട്ടുകാരിൽ ഒരാളായല്ലടാ. എനിക്ക് അടിയുള്ള മയ്യണ്ണ ഒന്നും പറയില്ല അണ്ണ. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് നിന്റെ അടുത്ത്. അത് ഈ നാടകത്തിന്റെ പേര്. ഈശ്വര, ഇത് എന്ത് വിധി! കഷ്ടം. ആരെങ്കിലും ഒരു 50 രൂപ ഉണ്ടെങ്കിൽ കടം തരണം. എന്തിന്? ശരി, വിഷം മാച്ചെന്നെ ഒന്ന് കൊന്നതാ. ഇത് ആലോചിച്ചപ്പോഴാ എനിക്ക് ബാബുവിന് വിഷു കഴിഞ്ഞിട്ട് തരണമെന്നുണ്ടായിരുന്നു. 50 രൂപ
അഭിമാനം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വിഷം മേടിച്ച് കുടിച്ചൊക്കെ ചാവ്.